السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് പല മുറാദുകൾ മനസ്സിൽ കരുതിയവരുണ്ട് അല്ലാഹ്. അവരെ സകലമായ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പരിപൂർണ്ണ നിലക്ക് നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകളെ രോഗികളാണ് അല്ലാഹ്. അല്ലാഹുവേ, ആജിലായ കാമിലായ പരിപൂർണ്ണ ശിഫ നീ നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ കടം കൊണ്ട് വലിയ പ്രയാസത്തിലാണ് അല്ലാഹ്, വലിയ ഇടങ്ങേറിലാണ് അല്ലാഹ്, വലിയ ബുദ്ധിമുട്ടിലാണ് അല്ലാഹ്. അല്ലാഹുവേ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അങ്ങനെ വലിയ പ്രയാസങ്ങൾ പറയുന്നവർ തങ്ങളെ വലിയ അടങ്ങേറിയിലാണ്, വലിയ പ്രയാസത്തിലാണ്. തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണേ, മജ്ലിസിൽ ദുആ ചെയ്യണേ അല്ലാഹുവേ. അങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ട്, വേവലാദികൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം എൻ്റെ സഹോദരിമാര്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹുവേ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബലാഅകൾ കൊടുക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിന് ഇട്ടം വെക്കുന്നവര്, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങളെ അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ, അല്ലാഹു ഇതൊരു സ്വർഗ്ഗത്തിൽ എത്തിക്കുന്ന ഒരു വഴിയാക്കണം അല്ലാഹ്. ഈ മജ്ലിസ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന വലിയൊരു മജ്ലിസാക്കണം അല്ലാഹ്, വലിയൊരു മജ്ലിസാക്കണം അല്ലാഹ്, വലിയൊരു മജ്ലിസാക്കണേ തമ്പുരാനെ. എൻ്റെ മുഅ്മിനീങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിന്റെ 29ാമത്തെ പകലിലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. 29ന്റെ പകലിൽ ഇന്ന് മഗ്‌രിബോടുകൂടി മാസപ്പിറവി ദൃശ്യമാകുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, നാളെ സഫർ 1 സഫർ 1ന്റെ രാവിലുമാണ് നമ്മൾ നിലകൊള്ളുന്നത്. സഫർ മാസം
വലിയ ഫളായിലുകളുള്ള വലിയ ശ്രേഷ്ഠതകൾ ഏറെ നിറഞ്ഞ വലിയ മാസമാണ് സഫർ മാസം. ഹിജ്റ വർഷത്തിന്റെ 2ാമത്തെ മാസമാണ് സഫർ മാസം. ആ സഫർ മാസം നമ്മളെ മുത്തിന്റെ മാസത്തിന്റെ ഒരു സ്വാഗതം ചെയ്യുന്ന, ഒരു വരവേൽക്കുന്ന ഒരു മാസം കൂടിയാണ് സഫർ മാസം. റബീഉൽ അവ്വലിനെ വരവേൽക്കുന്ന മാസമാണ്. നമ്മളെ മുത്തിന്റെ മാസത്തിനെ വരവേൽക്കുന്ന മാസമാണ് സഫർ മാസം. അല്ലാഹുവേ, റബീഉൽ അവ്വലിനെ നീ അല്ലാഹുവേ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഞങ്ങളുടെ നേതാവിന്റെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹിന്റെ ആ റൗള ശരീഫിലേക്ക് ധാരാളം സ്വലാത്തുകൾ ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിൽ ആ മുത്തിന്റെ റൗളയിലേക്ക്, റൗള ശരീഫിലേക്ക് ധാരാളം സ്വലാത്തുകൾ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്നവരുണ്ട്. അല്ലാഹുവേ, നീ എത്തിക്കണം അല്ലാഹ്. മുത്തുനബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഞങ്ങൾ നീ ചേർക്കണം അല്ലാഹ്. ആ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമേനി മനാമിലൊന്ന് കാണാൻ, സ്വപ്നമിലൊന്ന് കാണാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ മജ്ലിസിൽ ആത്മാർത്ഥമായിട്ടിരുന്ന മുത്തുമിനീങ്ങളെ, ഈ മജ്ലിസ് ഒരിക്കലും നിങ്ങൾക്ക് വെറുതെ ആവൂല. ഒരിക്കലും ഈ സമയം, ഈ പ്രഭാത സമയം സുബ്ഹി നിസ്കരിച്ച് അദ്കാറുകളും ദിക്റുകളും ഇസ്തിഗ്ഫാറും നമ്മളെല്ലാ കാര്യങ്ങളും ചൊല്ലാനും പറയാനും ഓതാനും എല്ലാം ഉള്ളതെല്ലാം കഴിഞ്ഞ് നമ്മളെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയം ഉണ്ടല്ലോ, ഈ 1 മണിക്കൂർ സമയം ജീവിതത്തിൽ വലിയൊരു അമൂല്യമായിട്ടുള്ള സമയമാണ് ഈ സമയം. ഈ സുബ്ഹിന്റെ ശേഷമുള്ള സമയം, ഇശാ മഗ്‌രിബിന്റെ ശേഷമുള്ള സമയം അമൂല്യമായിട്ടുള്ള സമയമാണ്. അതൊരിക്കലും പായാക്കണ്ട. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ആ പ്രഭാത സമയത്ത് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ്. അല്ലാഹുവിനെ മടക്കല്ല അല്ലാഹ്, നീ ഖായിബാക്കല്ല അല്ലാഹ്, അല്ലാഹുവിനെ തട്ടിക്കളയല്ല തമ്പുരാനെ, തട്ടിക്കളയല്ല. നിങ്ങൾ ഇത് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന വലിയ മജ്ലിസാണ് ഈ മജ്ലിസ്. ഈ സയ്യിദീയ മജ്ലിസിലെ ഈ പ്രഭാത മജ്ലിസ് നിങ്ങൾക്ക് ദുനിയാവിലും ഉപകരിക്കും, നാളെ ആഖിറത്തിലും ഉപകരിക്കണം. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അതിന്റെ ഭാഗ്യം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇത് കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മൾ എന്താണ് ബാക്കിയാക്കുന്നത്? നമ്മളെ സമ്പത്തിനെ നമ്മൾ ബാക്കിയാക്കും അല്ലേ? നമ്മൾ ദുനിയാവിൽ നിന്ന് ഉണ്ടാക്കിയതെല്ലാം നമ്മൾ ബാക്കിയാക്കും. ബാക്കിയാക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത അമലുകളാണ്. ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, സ്വലാത്തുകള്, എല്ലാ നിസ്കാരങ്ങള്, മറ്റുള്ള സൽക്രമങ്ങള്, അതൊന്നും നമ്മൾ ഇവിടെ വിടച്ചു പോവോ? ആരെങ്കിലും നിസ്കാരങ്ങളോ നമ്മൾ ചെയ്ത അമലുകൾ വിടച്ചു പോവോ? ഇതെല്ലാം കൊണ്ടുപോകാനുള്ളതാണ്. നാളെ ഖബറിൽ സുഖം വേണോ? ഈ സ്വലാത്തുൽ ഫാത്തിഹ ഒരു പ്രകാശമായിട്ട്, ഒരു കൂട്ടുകാരനായിട്ട് ഖബറിൽ എത്തണം മുഅ്മിനീങ്ങളെ. അവിടെ സുഖം വേണോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നാളെ പരലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനം അത് ഖബറാണ്, ആ മണ്ണറയാണ്. അത് മണിയറയാകണ്ടേ? അവിടെ സുഖം വേണ്ടേ? ദുനിയാവിലുള്ള കടം മാത്രം നേടിയാൽ മതിയോ? മകൻക്ക് നല്ല ജോലി കിട്ടിയ മതിയോ? നിങ്ങൾക്ക് സമാധാനമായോ? ഇല്ലല്ലോ, സമാധാനമായിട്ടില്ലല്ലോ. അവിടെ തീർന്നിട്ടില്ലല്ലോ. നാളെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ സുഖം വേണം മുഅ്മിനീങ്ങളെ, സുഖം വേണം. ആ ഖബറിൽ രക്ഷ വേണമെങ്കിൽ ഈ മജ്ലിസിൽ പങ്കെടുക്ക് എന്നല്ലെങ്കിൽ നാളെ നമുക്ക്
മരിക്കാനുള്ളതാണ്. ഈ ദുനിയാവിനോട്, ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളോട് സലാം ചൊല്ലി പിരിയാനുള്ളതാണ്. നമ്മളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞമ്മങ്ങനെ മലർത്തിയങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും. ഫാത്തിമ ഇറങ്ങിയോ? അബൂബക്കർ ഇറങ്ങിയോ? ഖദീജയെ ഇറക്കാനായോ എന്നല്ല നമ്മളെ കൂട്ടുകാർ നമ്മളെ പറ്റി ചോദിക്കാം. നമ്മളെ പറ്റി ചോദിക്കൽ എന്താണ്? മയ്യത്തിന് ഇറക്കിയോ? ആലോചിച്ച് നോക്കി. നമ്മളെ വീടിന്റെ മരപ്പടിയിൽ നിന്ന് നമ്മളെ അയൽവാസികള്, നമ്മളെ കൂട്ടുകുടുംബങ്ങള് ഒരു ദിവസം ചോദിക്കൂലേ, മയ്യത്തിന് ഇറക്കിയോ? ഫാത്തിമ ഇറങ്ങിയോ എന്നല്ല ചോദിക്കുക, ഖദീജ ഇറങ്ങിയോ എന്നല്ല ചോദിക്കുക. മയ്യത്ത് ഇറങ്ങാനായോ? മയ്യത്തിന് ഇറക്കാനായോ? മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റിയോ? എല്ലാവരും കണ്ണടച്ചാണ്. എല്ലാവരും കണ്ണ് ചെമ്പ്. ആ മയ്യത്തിനെ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കും. ആരെങ്കിലും മയ്യത്തിന് മുഖം കാണാനുണ്ടോ? അവിടുന്ന് പറയും, ഉള്ളിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്ന എളാപ്പാന്റെ മകനുണ്ട്, അല്ലെങ്കിൽ ഒരാൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മദ്രാസിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇവിടെ എത്താനയക്കണം. അങ്ങനെ അവനെയും കാണിക്കും. അവസാനമായിട്ട് അവനെയും ആ മയ്യത്തിന്റെ മുഖം ഒന്ന് പൊന്തിച്ച്, ആ തുണിയൊന്ന് മെല്ലെ പൊന്തിച്ച് ആ മുഖമൊന്ന് കാണും, നമ്മുടെ മുഖമൊന്ന് കാണും. അവരിങ്ങനെ പൊട്ടിക്കരയും, വിതുമ്പും. കണ്ണിലൂടെ കൺബാഷ്പങ്ങൾ ചാലിട്ടൊയ്കും. മക്കളെ കണ്ണിലൂടെ കൺബാഷ്പങ്ങൾ ചാലിട്ടൊയ്കും. എന്നിട്ട് കുളിപ്പിക്കാനങ്ങ് കയറ്റും. കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും. ഒരു ദിവസമല്ലേ മുഅ്മിനീങ്ങളെ, നമുക്കൊരു ദിവസമല്ലേ ഈ താടി തലയിലേക്ക് കെട്ടപ്പെടുന്നൊരു ദിവസമുണ്ട്. മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. എന്നിട്ട് ഉണക്കക്കട്ടിൽ നമ്മളെ മലർത്തിയങ്ങ് കെടുത്തും. നമ്മളെ ജനാസയും ചുമന്ന് വഴിയോരങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ ചിരിച്ചവര്, കളിച്ചവര്, കളിതമാശകൾ പറഞ്ഞവര് എല്ലാം നമ്മോടൊപ്പം ഉണ്ടാകും. തഹ്ലീലുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി നമ്മോട് കൂടെ വരും. നമ്മൾ പറയണം, ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, അവസാനമായി നമുക്ക് വേണ്ടി എല്ലാവരും നിസ്കരിക്കും. എന്നിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കും. ആ മണ്ണറ ആലോചിക്കലോ നിങ്ങളെ, ആ മണ്ണറ 6 അടി മണ്ണ് നമുക്ക് വേണ്ടി ബാക്കിയാക്കിയതാണ്. നമ്മളെ പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ ആ 6 അടി മണ്ണ് നമുക്ക് വേണ്ടി മാത്രം ബാക്കിയാക്കിയതാണ്. ആ ഖബറിലേക്ക് ഊരക്ക് മുണ്ടിട്ട് ഇങ്ങോട്ട് ഇറക്കി. ആ രംഗം ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഊരക്ക് മുണ്ടിട്ട് അവസാനമായിട്ട് നമ്മളെ മയ്യത്തിന് ആ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, കളിതമാശകൾ പറഞ്ഞവര്, സങ്കടങ്ങൾ ഷെയർ ചെയ്തവര്, എല്ലാ കാര്യങ്ങളും കൈമാറിയവര്, നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, അവസാനമായി ഒരു 3 പിടി മണ്ണെടുത്തുകൊണ്ട് മിൻഹാ ഖലഖനാകും വഫിഹാ നുഈദുകും വമിൻഹാ നുഖരിജുകും താറത്തൻ നുഖറാ എന്ന് പറഞ്ഞ് 3 പിടി മണ്ണ് സമർപ്പിക്കും. അവസാനമായി സമർപ്പിച്ച് എല്ലാവരും പിരിയുന്ന രംഗണ്ട്. നമ്മൾ മാത്രം ബാക്കിയാകും. അവിടെ ഒരു പ്രകാശമായി, ഒരു നൂറാനിയത്തായി നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, ഈ സയ്യിദിയ മജ്‌ലിസിൽ നിന്ന് ചൊല്ലിയ ദിക്റുകളില്ലേ, മുഅ്മിനീങ്ങളെ, സ്വലാത്തുകളില്ലേ, ആ സ്വലാത്ത് ഒരു പ്രകാശമായി വരണം. നമ്മളെ ഖബറിലേക്ക് ഒരു പ്രകാശമായി സ്വലാത്ത് വരണം. മുഅ്മിനീങ്ങളെ, വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ മണ്ണറ മണിയറയാക്കണോ? ഇൻഷാ അല്ലാഹ് ഒരു മജ്‌ലിസ് പോലും വിടാതെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തോ, ഈ പ്രഭാത സമയത്ത് പങ്കെടുത്തോ.
ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ മാത്രം കരുതിക്കൊണ്ട് മജ്‌ലിസിൽ പങ്കെടുക്കല്ലേ. നാളെ ആഖിറത്തേക്കും ഈ മജ്‌ലിസ് രക്ഷ വേണം. നാളെ ഖബറിലേക്ക് ഒരു തുണയാകണം ഈ മജ്‌ലിസ് എന്ന ബോധ്യത്തോടുകൂടി മജ്‌ലിസിൽ പങ്കെടുക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരല്ലോ നീ കൊയക്കല്ലോ. ഉപ്പാപ്പമാരുടെ കാവല്, നമ്മളെ മഹാന്മാരായ ഔലിയാക്കൾ കാവൽ അല്ലാഹുവേ, അവരെ സക്കനാത്ത് ഹറകാത്ത് അഫ്ആലുകൾ നീ കൊടുക്കണമല്ലോ, നീ കൊടുക്കണമല്ലോ, നീ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു തബറുക്കിന് വേണ്ടി ഒരു നസീഹത്ത് ഒന്നോണം ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം നമ്മൾ മജ്‌ലിസിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഹബീബായ റസൂലുള്ളാഹിന്റെ ആ ശറഫാക്കപ്പെട്ട റൗള ഷരീഫ് അല്ലേ അല്ലേ ആ റൗള ഷരീഫിലേക്ക് ഓതി ഇതിൻ്റെ കൂടെ ഓത്. പിന്നീട് മഹാന്മാരായ ഔലിയാക്കളെ ഹളറത്തിലേക്ക് ഓതുന്ന ഫാത്തിഹ ആത്മാർത്ഥമായിട്ട് ഓതുക. ഇതൊക്കെ നമുക്ക് ഉപകരിക്കണം. നമുക്ക് നിങ്ങളെ ദുനിയാവിനെ ഉപകരിക്കണം, നാളെ ആഖിറത്തേക്കും ഒരു മുതൽക്കൂട്ടാകണം, ഒരു മുതൽക്കൂട്ടാകണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ചൊല്ലുന്ന ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുൽ ഫാത്തിഹ ഇതെല്ലാം ഒരു പ്രകാശമായിട്ട് നമ്മളെ ഖബറിലേക്ക് വരണം, ഖബറിലേക്ക് വരണം. ഖബർ മണ്ണറ മണിയറയാകണം. ആ മണ്ണറ മണിയറയാകണം. മുകളിലേക്ക് നോക്കിയാൽ മൂടുകല്ല്, സൈഡിലേക്ക് നോക്കിയാൽ മണ്ണറ, മണിയറയാകണ്ടേ. അതിനല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിനല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി അല്ലാഹു സ്വീകരിക്കട്ടെ. لا حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الرباني والعوس الصمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
الضالين آمين وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطير الأجميري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان جدي با حسن زمل الليل كدلندي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا
CM مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن شاء الله നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലുക. എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ പല ഉദ്ദേശം വെച്ച് മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ്, അവരെ മുറാദുകൾ നീ ഹസനാക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്തുണ്ടല്ലോ, പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, എല്ലാ ഇടങ്ങേറും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, എല്ലാ മുസീബത്തുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഐശ്വര്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്, വലിയ സലാമത്തേക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ചൊല്ലിക്കോ, എൻ്റെ കൂടെ ചൊല്ലിക്കോ. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ മുറാദും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ഈ പ്രഭാത സമയത്ത് ഇതാ ഞങ്ങളിതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ദിക്ർ ചൊല്ലുന്നു അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ല അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ അല്ലാഹ് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് നീയാണ് ഷാഫി തമ്പുരാനെ, നീയാണ് ഷാഫി തമ്പുരാനെ, നീയാണ് ഷാഫി തമ്പുരാനെ. നീ ശിഫയേകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അടുത്ത ദിക്ർ ചൊല്ലിക്കോ, എൻ്റെ കൂടെ ചൊല്ലിക്കോ. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, 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 യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം,
يا ذا الجلال والإكرام أمتنا على دين الإسلام 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 أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഈ ദിക്ർ നീ സ്വീകരിക്കണേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ നിന്റെ ദീനിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ നീ നിർത്തണേ ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ പിഴച്ചു പോകുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കല്ലേ അല്ലാഹുവേ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കല്ലേ അടിയാറുകൾക്ക് പുറത്തു നൽകണേ അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹുവേ നീ കാത്തോളണേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പരാജയം നൽകല്ലേ നീ നൽകല്ലേ നീ നൽകല്ലേ നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു ഇസ്തിഗ്ഫാറാണ്. ചൊല്ലിക്കോ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ്, നീ മാപ്പ് നൽകണേ അല്ലാഹ്. ചൊല്ലിക്കോ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അർഹമുർറഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഹൃദയത്തിൽ അല്ലാഹ് കിബ്ർ നൽകല്ലേ അല്ലാഹ്, ഹസദ് നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഹൃദയങ്ങളെ നീ
ശുദ്ധീകരിക്കണേ അല്ലാ. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാ. അഫു നൽകണേ അല്ലാ. മാപ്പേകണേ അല്ലാ. മാപ്പേകണേ അല്ലാ. മാപ്പേകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാ അടുത്തത് സ്വലാത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റുചൊല്ലിക്കോ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സകലമാന മുറാദും നീ ഹസ്ലാക്കണേ അല്ലാ. ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു നൽകണേ അല്ലാ. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد
الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലി അലാത്തുൽ ഫാത്തിഹിനെ അല്ലാഹുവേ ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്, നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ തളർത്തല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്. അല്ലാഹുവേ 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 നരകമോചിതരിൽ ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ഈ മഹത്താക്കപ്പെട്ട മജ്ലിസ്
മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലുള്ള മജ്ലിസ്, അവിടുത്തെ നോട്ടമുള്ള മജ്ലിസ്, അവിടുത്തെ ഇജാസത്തുള്ള മജ്ലിസ് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവിടുത്തെ പേരക്കിണാവായ ഇന്തോനേഷ്യയിലെ ചീന സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കേരളക്കരയിലെത്തിയ മഹാനായ ഖുത്ബ് ഹസൻ ജമലുല്ലൈലി പാപ്പയുടെ നോട്ടമുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും മാറി കിട്ടാൻ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. തങ്ങൾ ഉസ്താദേ ഭർത്താവിന്റെ കച്ചവടത്തിൽ തടസ്സങ്ങളുണ്ട്, ലൈസൻസിന്റെ പ്രശ്നങ്ങൾ, എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി ഉസ്താദേ പ്രത്യേകം ദുആ ചെയ്യണേ. എല്ലാവിധ തടസ്സങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും നീ മാറ്റി കൊടുക്കണമല്ലോ. മക്കൾക്ക് നല്ല ഹൈറായ ജോലി ലഭിക്കാൻ വേണ്ടി, കടങ്ങൾ എത്രയും പെട്ടെന്ന് തീരാൻ വേണ്ടിയും ദുആ ചെയ്യണേ. പൊന്നുമക്കൾക്ക് ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണമല്ലോ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ. മരിക്കുന്ന സമയം ഈമാൻ നിറവേറാൻ വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണല്ലോ, ഈമാൻ പരിപൂർണമാക്കണല്ലോ. മോന് ജോലി വേഗം ശരിയായി കിട്ടാനും, മോൾക്ക് വേഗം വീടായി കിട്ടാനും, മറ്റു മുറാദുകൾ ഹാസിലാകാനും, വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ റാഹത്തിനും ദുആ ചെയ്യണം തങ്ങളുപ്പാ. അല്ലാഹുവേ മോൻക്ക് ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ ഒരു വീടാവാൻ ദുആ ചെയ്യണേ. വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, ഒരു വീടാവാൻ പ്രത്യേകം ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറായ ഒരു മസ്കൻ എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള സമ്പത്തും അതിനുള്ള ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ മുറാദുകളും ഹാസിലാകാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ. അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. അസുഖങ്ങൾക്ക് ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഹൈറായ വീടായി കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഹൈറായ ഒരു മസ്കൻ നീ അടുപ്പിക്കണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യവും സമ്പത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കൾക്ക് ഹൈറായ ഇണയെ കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഹൈറായ ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. മകൻ ഗൾഫിലേക്ക് പോയിട്ട് 6 വർഷമായി, പെട്ടെന്ന് ഇക്കാമ പുതുക്കി കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഇക്കാമ പുതുക്കി കിട്ടാൻ, ഇക്കാമ നീ പുതുക്കി കൊടുക്കണം അല്ലാഹ്. അതിന്റെ മാർഗങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ആങ്ങള, അമ്മായി, പേരക്കുട്ടി, അതുപോലെ ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാഹ്. അവരെ ഖബറടം നീ റാഹത്തിലാക്കണം അല്ലാഹ്. അവർക്ക് നീ മഅഫിറത്ത് കൊടുക്കണം അല്ലാഹ്. അവർക്ക് നീ മർഹമത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞാൻ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കലാപരിപാടി അത് ഉന്നത തലത്തിൽ എത്താൻ വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹുവേ. ഹൈറായ രീതിയിൽ നീ എത്തിക്കണേ അല്ലാഹ്. ഇക്കാക്കൊരു ജോലി ശരിയാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും ഹാസിലാകാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ടെലിഫോൺ വഴി ദുആ വസിയത്തുകൾ അറിയിക്കുന്നവരുണ്ട്. തങ്ങളെ എനിക്ക് എഴുതാനൊന്നും അറിയില്ല, ഞാനൊരു മജ്ലിസും മുടക്കാറില്ല,
ആ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ധാരാളം സഹോദരന്മാര്, ധാരാളം സഹോദരിമാര് ഈ മജ്‌ലിസിൽ ഇരുന്നത് കൊണ്ട് എനിക്കൊരു ഹൈറായ ജോലി റെഡിയായി. അന്ന് മുതൽ ഞാൻ ഈ മജ്‌ലിസിനെ കൈവിടാറില്ല, ഉപ്പാപ്പ ഞാൻ കൈവിടാറില്ല. അതിന്റെ മഹത്വങ്ങൾ രുചിച്ചറിഞ്ഞ ധാരാളം ആളുകള് ഈ മജ്‌ലിസ് സ്ഥിരമായി പങ്കെടുക്കുന്ന പകുതിയിൽ 3/4 പേരും ഈ മജ്‌ലിസിന്റെ രുചി അറിഞ്ഞവരാണ്, അതിന്റെ രസമറിഞ്ഞവരാണ്. അല്ലാഹുവേ, നീ മരണം വരെ നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മജ്‌ലിസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവര്, മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര്, ദുആ വസിയത്തുകൾ അറിയിച്ചവര്, നേർച്ചകൾ അയക്കുന്നവരെല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ പോകുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ്, ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്‌ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഒരു മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, ഒരു ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്‌ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്ക
ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്. തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്. മക്കളാക്കണേ അല്ലാഹ്. മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ.
അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്, അവർക്ക് കൊടുക്കല്ല അല്ലാഹ്, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ്, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്, അവരെ നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, അവരെ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകി തീർന്നതുപോലെ ഉരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്, ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണം അല്ലാഹ്,
വിശാല നൽകണേ അല്ലാഹ്, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും അല്ലാഹ്. ഞങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു അല്ലാഹ്. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.